നമസ്കാരം. NH-66 കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള 29 കിലോമീറ്റർ റീച്ചിലെ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 2025 ജനുവരിയിലാണ് ഈ റീച്ചിലെ കംപ്ലീഷൻ ഡേറ്റായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇക്കണക്കിനാണ് പോകുന്നതെങ്കിൽ ആ സമയത്തിനുള്ളിൽ പണി തീരുന്ന കാര്യം സംശയമാണ്. ഇവിടെ പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നത് മണ്ണ് കിട്ടാനുള്ള ദൗർലഭ്യമാണ്. പല പഞ്ചായത്തുകളുടെയും നിസ്സഹകരണവും ജിയോളജി വകുപ്പിൻ്റെ നിയന്ത്രണവും മൂലം സംസ്ഥാനത്ത് മണ്ണ് കിട്ടാൻ ദൗർലഭ്യമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് മണ്ണിനായി തമിഴ്നാടിനെ ആശ്രയിക്കാൻ തുടങ്ങിയത്. പക്ഷേ അവിടെയും കാര്യങ്ങൾ എളുപ്പമായില്ല. തമിഴ്നാട് സർക്കാരും ചില ക്വാറി നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതിനു പുറമെയാണ് പുതിയ വില്ലൻ്റെ രംഗപ്രവേശനം. അത് തമിഴ്നാട് MVD ആണ്. കരാർ കമ്പനികളുടെ ലോറിയിൽ 40 ടൺ ഭാരമാണ് കൊണ്ടുപോവുക. ഇതാണ് അവരെ ചൊടിപ്പിച്ചത്. 10 ടൺ ഭാരം കൊണ്ടുപോകാൻ മാത്രമേ അവർ അനുമതി കൊടുക്കുകയുള്ളൂ. 40 ടൺ കൊണ്ടുപോകണമെങ്കിൽ ലോറി ഒന്നിന് 5000 രൂപ വെച്ച് കൈക്കൂലി കൊടുക്കണം. അതിനാൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള മണ്ണ് നീക്കം നിലച്ചിരിക്കുകയാണ്. ഇത് ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് NH-66 പണികളിൽ വരുത്തിയിരിക്കുന്നത്. പല റോഡ് ബ്ലോഗർമാരും അവകാശപ്പെടുന്നത് പണികൾ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. പുരോഗതികൾ വിലയിരുത്തുകയാണെങ്കിൽ വിചാരിച്ചതിലും താഴെയാണ്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, NHAIയുടെ അവലോകനമാണ്. ധാരാളം മണ്ണ് വേണ്ട ഒരു റീച്ചാണ് ഇവിടെ. കോരാണി, തോന്നയ്ക്കൽ ഭാഗങ്ങളിൽ ധാരാളം ഫില്ലിംഗ് ആവശ്യം വരുന്നുണ്ട്. പോരാത്തതിന് ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടെ എടുത്താൽ ചെറുതും വലുതുമായ 18 അണ്ടർപാസുകൾ വരുന്നുണ്ട്. അണ്ടർപാസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടുത്തെ സ്ട്രക്ചർ, അതായത് ബോക്സ് പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീടുള്ള ഫില്ലിംഗ് ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ കാര്യം ഈ മണ്ണ് ക്ഷാമമാണ്. അതിനാൽ തന്നെ പല സ്ഥലങ്ങളിലും ഓട നിർമ്മാണവും സർവീസ് റോഡിൻ്റെ ടാറിങ്ങുമായി പണികൾ ചുരുങ്ങിപ്പോകുന്നുണ്ട്. ഫില്ലിംഗ് വർക്കുകൾ യഥാസമയം തീർന്നാൽ മാത്രമേ പണി വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യത്തിലുള്ള ആശങ്ക കരാർ കമ്പനി NHAI അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം പണികൾ വേഗത്തിലാക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.